മാഷെ നമസ്കാരം. സാർ നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തി നിൽക്കുകയാണ്. മൂന്ന് മുന്നണികളും വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. എല്ലാവരുടെയും പല പാട്ടുകളും പല രീതിയിലുള്ള പ്രചാരണ ആയുധങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പൊതുനിരത്തുകളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ BJP ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഈ ക്യാമ്പയിനിലൂടെ തൂക്കി എന്ന് പറയേണ്ടി വരും. ആ തരത്തിലേക്ക് BJP കുറച്ചുകൂടി കടന്നു ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആ ക്യാമ്പയിൻ എങ്ങനെ പൊതുവെ ഈ ന്യൂനപക്ഷങ്ങളോട് അകന്നു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നാണ് പലരും പറയുന്നത്. പക്ഷെ തൃശ്ശൂർ അത് തിരുത്തി കുറിച്ചതാണ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പോടുകൂടി. പക്ഷെ എങ്കിലും അത്രത്തോളം അടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ ക്യാമ്പയിനുമായുള്ള BJPയുടെ വരവ്. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പൊ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ആശ്രയം, സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ആകെ ആശ്രയം BJP, LDF, UDF ഇല്ല, അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനാണ്. അപ്പൊ ഇതിനകത്ത് BJPക്ക് നാളെ ഇവിടെ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു ജനസംഖ്യാനുപാതം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം ഏകദേശം ഒന്നുമല്ല. അതായത് ക്രിസ്ത്യാനിയും മുസ്ലിം കൂടെ ചേരുമ്പോൾ തന്നെ കൂടിയാൽ 50 വരത്തില്ലെങ്കിൽ 45 അല്ലെങ്കിൽ മറ്റേതും ആ തരത്തിലൊക്കെ വരും. അപ്പം ഇവിടെ രണ്ട് മുന്നണികളായിരുന്നല്ലോ പ്രബലമായിട്ടുണ്ടായിരുന്നു, UDF, LDF. ഈ BJP എന്ന് പറയുന്നതിന് ആരും പരിഗണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ അതൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സായിട്ട് വന്നിട്ടുമില്ല. പക്ഷേ ഇനി അത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ഭാഗം ജയിച്ചിരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ്? ശരിക്കും പറഞ്ഞാൽ ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുക്കളുടെ വോട്ട്, ഏതാണ്ട് ഈഴവൻ്റെ വോട്ട് ഉള്ളതിനകത്ത് 15%, 26% അവരുള്ളതിനകത്ത് 15% വോട്ട് അവർക്ക്, 15% പർപ്പസ്ഫുള്ളി അവർക്കായിരുന്നു. ബാക്കി പിന്നെ പിന്നോക്ക സമുദായം ഹിന്ദു ആണല്ലോ പ്രധാനപ്പെട്ട. വളരെ കുറച്ച്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാം. മുസ്ലിം വോട്ട് വളരെ കുറച്ച്, അങ്ങനത്തെ എനിക്ക്. മറ്റവർക്ക് മുസ്ലിം മുന്തിയ നായന്മാർ, പ്രമാണികമായിട്ടുള്ള വളരെ കുറച്ച് ഈഴവർ, അതൊക്കെ വളരെ കുറച്ചാണ്. ബാക്കി മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടി, അല്ലെങ്കിൽ അങ്ങനെ അധികാരത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പാർട്ടി UDF. കാരണം മാണി തീരുമാനിക്കുന്നു, അപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവർ തീരുമാനിക്കുന്നു, അവരാണ് ഈ സംവിധാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴും ഒരു പക്ഷേ ഈ ക്രിസ്ത്യൻ പാർട്ടികളുടെ ആ പ്രബലത അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാണി മരിച്ചു, അതിനുശേഷം മാണിയുടെ മോൻ ഈ LDF പോകുന്നു, അല്ലെങ്കിൽ ജോസഫിൻ്റെ അവസ്ഥ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും അദ്ദേഹത്തിൻ്റെ മകനൊന്നും രാഷ്ട്രീയ. അപ്പോൾ കേരള കോൺഗ്രസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് LDFൻ്റെ കൂടെ മറ്റേ. അപ്പം ബാക്കി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അതിനകത്തെ പ്രബലമായിട്ടുള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇപ്പം അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് നയിക്കുന്ന പാർട്ടി ആ രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിൻ ശക്തമാക്കുന്നതിന് വേണ്ടി BJP ഈ പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കാട്ടി ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പിണറായി CPM നമ്മൾ കണ്ടതാണ് കുറേ കാലം. ഒരുപക്ഷെ ഈ പറയുന്ന ഹിന്ദു വോട്ടിൻ്റെ കൂടെ ഒരു 2, 3, 4, 5% ഇപ്പം UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഇവർക്ക് കിട്ടിയാൽ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു മുന്നണി സംവിധാനമായിട്ട് LDF വരുമെന്ന് കണ്ടുകൊണ്ട് വളരെ കാലം ഈ ദീർഘമായിട്ട് ഈ പറയുന്ന LDFൻ്റെ കൂടെ അത് LDF ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ട രീതിയിൽ പ്രകടനം അത് പല രീതിയിൽ നമ്മൾ കണ്ട. ഇപ്പം ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനകത്ത് ഈ ഗാസയും അല്ലെങ്കിൽ എല്ലാ രീതിയിലും കണ്ടില്ലേ പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ. ഭീകരവാദികളും തീവ്രവാദികളും വെള്ള പൂശുന്നതിന് യാതൊരു മടിയുമില്ല, പുറകെ നടന്നു. അവസാനം എത്ര വെള്ള പൂശിയിട്ടും ഒരു കാര്യവുമില്ല. വോട്ട് വന്നപ്പോൾ പരിശോധിച്ചപ്പം മുസ്ലിങ്ങൾ പരിഗണിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ അവർ നേരെ ഘടകം തരും. ഇപ്പോൾ അവരുടെ കറക്റ്റ് പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. കാരണം ഇനിയും ഈ പൊളിറ്റിക്സിൽ കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിന് പോയി മുസ്ലിം വോട്ട് കിട്ടാതെ വരികയും ഹിന്ദുക്കൾ അവിടെ നിന്നോളും, അല്ലെ കക്ഷത്തെ ഇരിക്കുന്ന വെച്ചോണ്ട് ഉത്തരത്തെ ഇരിക്കുന്ന എടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് തോന്നുന്നില്ല. അവിടെ ഇരുന്നോളും, ഇരിക്കത്തില്ല, അതേ പോകും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടി ഇപ്പം BJPയെക്കാട്ടി വലിയ ഹിന്ദു പാർട്ടി ആരാ? CPM. മറ്റവരെ തീർത്തും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കല് കണ്ടില്ലേ? ഇപ്പൊ ശബരിമല വിഷയത്തിനകത്ത് അവരിപ്പോൾ അവർക്ക് ശലം കൈപൊള്ളി നിൽക്കുന്നെങ്കിലും അവരതിന് മുമ്പ് ശബരിമല വിഷയം ഏറ്റെടുത്ത് ഇതിനകത്ത് കുഴപ്പത്തിന് മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങളാ ശബരിമല, ഞങ്ങളാണ് അയ്യപ്പൻ, ഞങ്ങൾക്കാണ് ആചാരം സംരക്ഷിക്കേണ്ട കടമ എന്നുള്ള രീതി വന്നപ്പോഴായി ശബരിമല കൊള്ള വന്നത്. അതും അവർ കൈയറിഞ്ഞത്. അപ്പം ഇപ്പം ഇതിനകത്ത് ഈ ക്യാമ്പയിൻ, അതായത് BJPക്ക് ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ BJP ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ രമേശ് ചെന്നിത്തല അല്ല, BJPയുടെ ഒരു MD രമേശ് പറഞ്ഞ
ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഒക്കെ തിരക്കി പോകുന്നോളാം. കൂടുതൽ അങ്ങോട്ട് പോയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നവർ വോട്ട് ചെയ്യാതെ വരും. അവർ വേറെ മാറ്റി തിരക്കി പോയി. കണ്ടായിരുന്നു? അതിപ്പോ എനിക്കും ആ സംശയത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവർ ഈ മറ്റുള്ള രണ്ടുപേരുടെയും കൂടാ. പിണറായി വിജയന് പറ്റിയതുപോലെ അതിനകത്തുള്ള വോട്ട് മറ്റിടത്തോട്ട് പോകുന്ന പോലെ ഇതിനകത്തുള്ള വോട്ട് ചില പഴയ കോൺഗ്രസിലും പഴയ CPM-ലും ഒക്കെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക്. ഇപ്പം ക്രിസ്ത്യൻ വോട്ട് എന്താ സ്റ്റാർ ഇടുന്നു, കേക്ക് മുറിക്കുന്നു, ഏതാണ്ടൊക്കെ ഭയങ്കര പരിപാടികളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീണ്ടും അതിന്റെ ഒരു വർക്കിലേക്കാണ്. സംവിധാനമാണല്ലോ ഇപ്പൊ ഇലക്ഷൻ. ഇപ്പൊ യൂട്യൂബിൽ കൂടെ അല്ലേ സാറേ ഇലക്ഷൻ, വാട്സപ്പിൽ കൂടെ അല്ലേ ഇലക്ഷൻ, പ്രചരണം അങ്ങനെയല്ലേ. അപ്പൊ ഇതിന്റെ ഇതിലേക്ക് ഇപ്പൊ ഇവിടെ ഈ ക്രിസ്ത്യാനി പോയാൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനി പോയിട്ട് BJPക്ക് വോട്ട് ചെയ്താൽ വരാൻ പോകുന്ന തകരാൻ പോകുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ UDF ആണ്. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് BJPയുടെ വോട്ട് BJPയിലേക്ക് പോകാതെ ഇതുവരെ പോയത് ആരുടെയാണെന്നറിയോ? UDFന്റെ മുന്തിയ ഇതിനകത്തുണ്ടല്ലോ മുന്തിയ ആൾക്കാരുണ്ട്. മുന്തിയ നല്ല കാശുള്ള നായന്മാര്, കാശുള്ള അവരൊക്കെ തന്നെ ഇപ്പം BJP ഇനിയും പോയാൽ ആരാ? ഹിന്ദു വോട്ട് പോയാൽ ആരുടെ പോവും? CPM-ന്റെ പോവും. അത് പോകാതിരിക്കാൻ അവർ നോക്കുന്നുണ്ട്. അപ്പം അവര് ഇതിനകത്ത് നിൽക്കുന്ന ഹിന്ദു വോട്ടിന്റെ കൂടെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകളിലെയും കൂടെ സ്വാധീനിക്കുക. മറ്റവരുടെ കിട്ടത്തില്ലെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കിട്ടത്തില്ല. എന്നാലും രാജീവ് ചന്ദ്രശേഖർ ചില പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മുസ്ലിങ്ങളെയും പ്രതീക്ഷ വിടാതെ കൂടി നോക്കുന്നുണ്ട്. എന്നാൽ ആ വോട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ക്രിസ്ത്യാനി ഈ പറയുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ മനസ്സാൽ എടുത്താൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അത് എടുക്കുമെന്ന്. എത്ര വരുമ്പോഴും എടുക്കുന്നു. അതിന് മുനമ്പം വിഷയവും മറ്റു പല വിഷയങ്ങളും ഒക്കെ അവർ കൊണ്ടുവന്ന് അങ്ങനെ ആക്കി തീർത്തിട്ട് അവസാനം ഇല്ല വേതാളം ഇതിനെയും കൊണ്ട് വന്നിട്ട് കൊട്ടാരത്തിന്റെ അവിടെ ആകുമ്പോൾ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ കൊണ്ട് കൊട്ടാരത്തിന്റെ അവിടെ ആകുമ്പോൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മുറിക്കെ പോകുന്ന പോലെ അവരങ്ങ് മുരിക്കെ പോകും. അവർക്ക് UDF ആ താല്പര്യം. പിന്നെ അതങ്ങ് നശിച്ച് നാറാണക്കല്ലായി ഇനിയൊരു രക്ഷയും ഇല്ല എന്ന് കണ്ടാൽ അധികാരം എവിടെയുണ്ടോ അതിൻ്റെ കൂടെ പരമ്പരാഗതമായിട്ട് നിന്നിട്ടുള്ള സ്വഭാവമുള്ള വർഗമാണ് ക്രിസ്ത്യാനി. അല്ലെ അവരങ്ങനെയേ നിൽക്കത്തുള്ളൂ. അന്നേരം BJPയുടെ കൂടെ കൂടാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഏതായാലും തന്നെ ചോദിച്ചതുപോലെ ക്രിസ്ത്യാനിയുടെ പിടിക്കുന്നതിന് വേണ്ടിയാണ് BJPയുടെ ഒരു ശ്രമം. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ക്യാമ്പയിനൊക്കെ വരുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും ഇതിലിപ്പോ ഈ കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ വീതം വെച്ചെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ സാർ ഈ മൊത്തം നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ ഒരു കാതൽ അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ ദേശീയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ആണ് ധന്യ ആദ്യമായി പറഞ്ഞത്. ഈ വിഷയമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ആര് അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആര് സ്വാധീനിക്കുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മനസ്സിനകത്തേക്ക് ആർക്ക് കയറാൻ കഴിയുന്നു എന്നുള്ളതാണ് വിഷയം. അതിലൊന്നാണ് AI എന്ന കാര്യത്തിൽ ഞാൻ BJP എന്ന പാർട്ടിയെ ഞാൻ കലവറയില്ലാതെ ആദ്യം അഭിനന്ദിക്കുന്നു. അതിന്റെ കാരണം ചരിത്രത്തിൽ ആദ്യമായി, നമ്മുടെ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി AI ഉപയോഗിച്ച് ക്യാമ്പയിൻ മെറ്റീരിയൽ ഇറക്കിയത് BJP എന്ന പാർട്ടിയാണ്. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിന്റെ മേന്മയാണ് കേട്ടോ. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു എലമെന്റ് കേരള രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് സാങ്കേതിക രംഗത്താണ് അതിന്റെ മേന്മ. ഞാൻ തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച, ടെക്കികളുണ്ടല്ലോ, സാങ്കേതിക വിദഗ്ധന്മാർ ഒരു കാലത്ത് ഒരു പാർട്ടിക്കും വേണ്ടി ഇറങ്ങാത്തവരാ. രാജീവ് ജി എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങുന്നു, അവരുടെ ഭാഷയിൽ, ടെക്നോളജിക്കൽ ഭാഷയിൽ അവർ പ്രചരണം നടത്തുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ മുന്നേറ്റം സാധ്യമായത്. അവസാന നിമിഷം ശശി തരൂരും അച്ഛന്മാരും തമ്മിൽ ചില ലിങ്ക് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അദ്ദേഹം തോറ്റുപോയത്. അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ബുദ്ധിയാണ്. ഈ ബുദ്ധിയിൽ ഞാൻ കണ്ടത് എന്താണെന്നറിയോ? AI മെറ്റീരിയൽസ് കുറെ ഇറക്കിയിട്ടുണ്ട് സംഘപരിവാർ. ശരിക്കും BJP തന്നെയാണ് ഇറക്കിയത്. പക്ഷേ അതിന്റെ രചന ആര്, സംവിധാനം ആര്, സ്പോൺസർ ആര് എന്നൊന്നുമില്ല. അതൊരു സ്വാഭാവിക മെറ്റീരിയലിന്റെ ഇറങ്ങിയതാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആർക്കും അതിന്റെ പേരിൽ കേസ് കൊടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല, തടയാനും പറ്റില്ല. ഇത് ഇലക്ഷന്റെ ദിവസവും നടത്താം, എപ്പോഴും നടത്താം. അതാണ് ഒന്ന്. അതൊരു ഡിജിറ്റൽ മെറ്റീരിയൽ ആയിട്ട് ഇറങ്ങുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വളരെ മനോഹരമായ ഒരു കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. ഞാൻ കണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കിയതും അതാണ്. എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന്റെ പേരെന്താണെന്ന് അറിയാം. നമ്മൾ ഫീച്ചർ ഫിലിം കാണുന്ന പോലെ, ഒരു കൊറിയൻ സീരീസ് കാണുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റും. എന്താ വിഷയം എന്നറിയോ? എ ക്രിസ്ത്യൻ ഹൗസ് വൈഫ്, ഒരു നസ്രാണി വീട്ടമ്മ എന്നൊക്കെ ഞങ്ങൾ മലയാളത്തിൽ പറയാവുന്നത് പോലെ ഒരു ഫീച്ചർ ഫിലിം കാണുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് മനോഹരമായി പൊളിറ്റിക്സ് ചേർത്തിരിക്കുന്നു. ആ ക്രിസ്ത്യൻ വീട്ടമ്മയുടെ ആലോചനകൾ, ഉത്കണ്ഠകൾ, വിഹുലതകൾ, സങ്കടങ്ങൾ, ആശങ്കകൾ, അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സാറ് നേരത്തെ പറഞ്ഞതാണ്. UDFന്റെ കയ്യിലായിരുന്നല്ലോ ക്രിസ്ത്യൻ സമുദായം. ഇപ്പോൾ അവർ ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു എന്ന ഫീലിംഗ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഈ ക്രിസ്ത്യൻ വീട്ടമ്മ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ട്, ഞങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുന്നുണ്ട് LDF വലിയ തോതിൽ.
പക്ഷെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാവുന്ന ആരാണ്? എന്നിട്ട് ഞെട്ടിക്കുന്നൊരു വിവരം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആണല്ലോ UDF ചർച്ച, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണല്ലോ അതിന്റെ തലപ്പത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF സമം ഏതാണ്ട് മുസ്ലിം പക്ഷം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ സമയത്ത് ആരുടെ പക്ഷത്താണ് ക്രിസ്ത്യാനിറ്റി എന്ന ചോദ്യത്തിന് ഞെട്ടിക്കുന്നൊരു വിവരം ഇപ്പൊ നമ്മൾ പറയുന്നത്, എന്നാണ് CPM RSSുമായി ചർച്ചയ്ക്ക് പോയെന്നൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. ഇവർ പറയുന്നുണ്ട് 3 കൊല്ലമായി നിരന്തരം സംഘപരിവാർ, സാക്ഷാൽ സുദർശൻ ജി സർസംഘചാലകായിരുന്ന കാലം തൊട്ട് തന്നെ ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ സഭകളുമായും RSS നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളോട് അത് പുറത്ത് പറയണ്ട, ആരും പുറത്ത് പറഞ്ഞ് ചർച്ചയാക്കാനുള്ളതല്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സറിയാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ അവർ കയറിയിരിക്കുന്നു. ഏതാണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഇത് ഫീച്ചറാണ്, ഫിക്ഷനാണ്, കഥയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂറിൽ, ഇപ്പൊ സാറിനെ പോലുള്ളവർ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ക്രിസ്ത്യൻ മനസ്സുകൂടി അറിയുമ്പോഴാണ് ഈ BJP നിർമ്മിച്ച ഈ AI മെറ്റീരിയൽ, നിർമ്മിത ബുദ്ധിയുടെ ഈ പ്രകടനം, കലാവിഷ്കാരം എന്തുമാത്രം സത്യമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്ന്. പിന്നെ അതിനോട് ചേർത്ത് തന്നെയാണ് സാറ് പറഞ്ഞ ചോദ്യത്തിന് ഇന്നത്തെ മീഡിയയിൽ വാർത്തയുണ്ട്, ഈ ഉത്തരവുണ്ട്. സാറ് ചോദിച്ച ചോദ്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ അവർ ക്രിസ്ത്യൻ മനസ്സിലുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ശതമാനം എന്ന ചോദ്യം ഉണ്ടല്ലോ. ഇതിന് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദീർഘമായൊരു ഇന്റർവ്യൂ നമ്മുടെ ജോസ് കെ മാണിയുമായി, എന്താ നിങ്ങൾ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ഓമന പേര് അത് അമുൽ ബേബി എന്നൊക്കെ വിളിക്കും. അതെ, എന്തായാലും ജോസ് കെ മാണിയിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അതിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വസിക്കുമോ? ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വസിക്കുമോ? നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മുനമ്പം എന്ത് ചെയ്തു? നിങ്ങൾ മുനമ്പത്തിനെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങൾ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ജോസ് കെ മാണി അന്ധമായ അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച വിശ്വാസം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് സമുദായമല്ല പ്രധാനം, അത് ജാതിയല്ല, മതമല്ല, ഞങ്ങൾ എല്ലാ സമുദായത്തെയും ഒരുപോലെ പരിഗണിക്കുന്നൊക്കെ ഇടതുപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജോസ് കെ മാണി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് കന്യാസ്ത്രീകൾക്ക് റേഷൻ കാർഡ് കൊടുത്തത് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കന്യാസ്ത്രീകൾക്ക് അതിന് മുമ്പ് റേഷൻ കാർഡ് ഇല്ലേ? ഉണ്ടല്ലോ. ഓരോ കന്യാസ്ത്രീയും അവരുടെ വീട്ടിലെ, അതോ സെപ്പറേറ്റ് വോട്ടർ റേഷൻ കാർഡ് കൊടുക്കാൻ തുടങ്ങിയോ? സെപ്പറേറ്റ് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കും സാറേ, അതിന് പ്രത്യേക നിയമം കൊടുക്കുമായിരുന്നല്ലോ. ഒരു വ്യക്തിയല്ലേ, വേണമെങ്കിൽ ഒരാൾക്ക് ഒരു കാർഡ് വേണമെങ്കിൽ കൊടുക്കുമായിരുന്നു. അത് വലിയ ക്ലെയിം ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഈ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടല്ലോ, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരമാണ്, സഭകളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റിയെടുക്കുന്നതിലുള്ള കുറെ ഭേദഗതി പറയുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, മുന്നോക്ക സമുദായങ്ങൾ, സംവരണമില്ലാത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഇടതുപക്ഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമെന്ന അപാരമായ ആത്മവിശ്വാസം ഇന്ന് ജോസ് കെ മാണി ഇന്ത്യൻ എക്സ്പ്രസ് ഇന്റർവ്യൂവിലും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ജോസ് കെ മാണിയുടെ അവകാശവാദം എന്തുമാത്രം നിലനിൽക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു ഏരിയയുടെയൊക്കെ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ എന്തുമാത്രം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും നിങ്ങൾ മുന്നണി മാറുമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇല്ല. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഏറ്റവും സേഫായ ഒരു സ്ഥലത്താണ്. ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ സമുദായത്തിനും ഗുണം ഇടതുപക്ഷമാണെന്ന് പറയുന്നുണ്ട് മറുഭാഗത്ത്. ഇനിയിപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ജോസ് കെ മാണിയാണോ, നിർമ്മിത ബുദ്ധിയാണോ സാത്യന്തികമായി ശരിയാവുക? ഇപ്പം ഈ ജോസ് കെ മാണി പറയുന്നത് ക്രിസ്ത്യാനിക്ക് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന, അവർക്ക് ഏറ്റവും വലിയൊരു ബലമായിരുന്നു മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ്. അതിപ്പോൾ UDFനോടും അല്ലെങ്കിൽ ഉള്ള താല്പര്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി സാറേ ഈ ഉമ്മൻചാണ്ടിക്ക് ശേഷം സാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ശരിയാണ് സാർ. ഒരു സെക്കൻഡ്. ഈ നിർമ്മിത ബുദ്ധിയുടെ ആമുഖത്തിൽ ഈ വീട്ടമ്മ പറയുന്നുണ്ട്, ക്രിസ്ത്യൻ വീട്ടമ്മ പറയുന്നുണ്ട്, ആ കാലം പോയില്ലോ, ഞങ്ങൾക്ക് ഇത്തരം ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സാക്ഷാൽ K കരുണാകരൻ ഉള്ളപ്പോ, ഉമ്മൻചാണ്ടി ഉള്ളപ്പോ, മാണി സാർ ഉള്ളപ്പോ ഞങ്ങൾക്ക് ഈ സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവര് പോയതോടെ ഞങ്ങളുടെ ആശങ്കകൾ ബാക്കിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അത് ഇതിനകത്ത് ഈ വലിയൊരു കാര്യം അത്. കാരണം അവരഹങ്കരിച്ചിരുന്ന, ആര് പറഞ്ഞാലും തിരിയാത്ത ഒരു അവസ്ഥയിലേക്ക് നിന്നിരുന്ന ഒരു കാലമാണ് മാണി.
പണ്ട് ഈ മാണി, അതിനുശേഷം ഉമ്മൻചാണ്ടിയെ സാർ അറിയത്തില്ല. ഉമ്മൻചാണ്ടിയുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ ഇപ്പൊ ചാണ്ടിയുമ്മന്റെ കാലത്ത് വിളിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? ലോഹയിടാത്ത പാതിയെന്ന. പക്ഷെ പിന്നെ അവസാനം വന്നപ്പോൾ അദ്ദേഹം അങ്ങനൊന്നും അല്ലെന്ന് മനസ്സിലായി. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഏറ്റിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മതമേലധ്യക്ഷന് ഒരു കാര്യം വിളിച്ചു പറയാൻ എന്താ അച്ചോ കാര്യം? തിരുമേനി പറഞ്ഞാട്ട് ഞാൻ ഏറ്റെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ എത്ര ലൂസ് ടോക്കർ ആണെങ്കിലും ഉള്ള ആരാന്നറിയാം? അദ്ദേഹമേ ഉള്ളൂ, പൂഞ്ഞാറിലെ അദ്ദേഹം, പി സി ജോർജ്. ഇപ്പൊ തിരുമേനി വിളിച്ചിട്ട് നമ്മുടെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന ആള് പണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. തിരുമേനി ഇപ്പൊ ഒരു തിരുമേനി ഏതെങ്കിലും സഭയുടെ തിരുമേനി നമ്മുടെ ഒരു കാര്യം ഉണ്ട് എന്ന് വിളിച്ചിട്ട് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അതിന് മാണി ഉണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റുന്നത് അയാൾ BJP-യിലാ, ഈ പൂഞ്ഞാറുകാരനേ ഉള്ളൂ. ബാക്കി അവർക്ക് അവരുടെ ഒരു വിഷയം സ്വകാര്യമായിട്ട് അഹങ്കാരമായിട്ട് നടത്താൻ പറയാൻ പറ്റുന്ന ഒരു നേതാവില്ല UDF-നകത്ത്. ക്രിസ്ത്യാനി ഒത്തിരി കാണും, MP MLA കാണും, പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ്. അവർക്ക് പ്രശ്നമാണ്. അവർക്ക് മനസ്സുകൊണ്ട് താല്പര്യം ഇപ്പോഴും UDF-നോടാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ കാര്യം നടത്താൻ കാര്യശേഷിയുള്ള നേതാക്കന്മാർ അവരുടെ ഭാഗത്തുനിന്ന് UDF-നകത്തില്ല. LDF-നകത്ത് പിന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയനുമായിട്ട് ചില തിരുമേനിമാർക്ക് ബന്ധമുണ്ട്, രഹസ്യമാണ്. തമാശ പറഞ്ഞല്ല, ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അവര് അധികാരത്തിന്റെ കൂടെ അവർ വലിയ ബുദ്ധിമാന്മാരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഈ മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കാട്ടി ബുദ്ധിയുള്ളവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. എത്ര പറയുമ്പോഴും മുസ്ലിമിനെ എടുത്ത് കൈ ചൂണ്ടിക്കൊണ്ടില്ല, അവരങ്ങനൊന്നുമില്ല. അവരവരുടെ കാര്യം വളരെ കൃത്യമായിട്ട് അധികാരവർഗത്തിനെ കൂടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അപ്പം അത് വരുമ്പോൾ അവർ നാളെ കാലത്തെ ഒരു 10 കൊല്ലത്തിനകം എവിടെ തീരുമാനം എടുത്തുകൂടായില്ല. BJP-യുടെ ഈ പോക്കാണ്. ഇപ്പൊ കേരളത്തിലെ തീരുമാനം എടുത്തേ മതിയോ സാറേ? അടുത്ത 2026 വീണ്ടും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അധികാരമില്ലാതെ പിടിച്ചു നീക്കാൻ പറ്റാത്ത പാർട്ടി ഒന്ന് മുസ്ലിം ലീഗ്, രണ്ടാമത് കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ടി ഇന്ത്യയിൽ ഇല്ലാതാകുന്നു, കേരളത്തിൽ കൂടി ഇല്ലാതാകും. കാരണം ആരും കാണാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ക്രിസ്ത്യാനിക്ക് തീരുമാനം എടുക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ സ്വഭാവം അനുസരിച്ച് ആരുടെ കൂടെ? BJP-യുടെ കൂടെ. അപ്പോഴത്തേനും BJP-യും ഒരുപക്ഷെ LDF-ഉം കൂടെ ആകുന്ന ഒരവസ്ഥയിലേക്കും അധികാരത്തിൽ ആര് വരണം ഇപ്പോൾ UDF LDF തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പം അതിൻ്റെ ഒരു മുന്നൊരുക്കം അതാണ് BJP പറഞ്ഞ് 25% ഇപ്പം വേണം, പിന്നെ 30% നമുക്ക് 2026 പോകുന്നതിന് വേണ്ടി ശ്രമിക്കണം. അപ്പം തുല്യ മുന്നണികളാവുമല്ലോ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എൻ്റെ ഒരു കണക്കുകളനുസരിച്ച്. 2026 വീണ്ടും മൂന്നാമത് LDF തന്നെ വരും. അതോടുകൂടി നമ്മളൊന്നും വിചാരിക്കാതെ PDP കാശ്മീരിൽ BJP-യുടെ ഘടകകക്ഷി ആയതുപോലെ ഒരു പക്ഷേ നമ്മൾ മുസ്ലിം ലീഗിനെ BJP-യുടെ ഘടകകക്ഷിയായിട്ട് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ വരും. കാരണം അവരിതുവരെ BJP-യെ തള്ളി പറഞ്ഞിട്ടില്ല. സാർ ശ്രദ്ധിച്ചാണ്, അവർക്ക് അവരുടെ കാര്യമുണ്ട്. ന്യായമല്ലാത്തൊരു മോദിയെ തള്ളി പറയാത്ത ഒറ്റ പാർട്ടി മുസ്ലിം ലീഗേ ഉള്ളൂ. ശ്രദ്ധിച്ചാണ് ഇത്രയും കാലത്തിനകത്ത്. അല്ല, അത് മാന്യതയാണ്. കാര്യങ്ങൾ പറയാറുണ്ട്, എന്നാൽ അവനെ മോദിയെ കയറിയിടോ അല്ലെങ്കിൽ ചതിയനാ വഞ്ചകനാ മറ്റേ രാക്ഷസനാ ചോര കുടിക്കുന്നവൻ അങ്ങനൊന്നും അവർ പറഞ്ഞില്ല. അവരുടെ മാന്യതയാണ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യം.